നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IELTSന്റെ ബേസിക്സിനെ പറ്റിയാണ്. അതിൻ്റെ എക്സാം സ്ട്രക്ചർ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് IELTS എക്സാംസ് ആൻഡ് ഡിഫറെൻറ്റ് ടെസ്റ്റ് ഫോർമാറ്റ്സ്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹായ് ഗൈസ്, വെൽക്കം ടു ഇംഗ്ലീഷ് എവറി ഡേ. എൻ്റെ പേര് വിദ്യ. നമ്മൾ ഈ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. So that we are able to get better scores in English exams like IELTS and PTE. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് IELTSന്റെ ബേസിക്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഫോം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. IELTSന്റെ ഫുൾ ഫോം ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം. ഇത് 1980s കേംബ്രിഡ്ജ് ഇംഗ്ലീഷ് ലാംഗ്വേജ് അസസ്മെൻറ്റും ബ്രിട്ടീഷ് കൗൺസിലും കൂടെ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ്. കുറച്ച് നാളുകൾക്ക് ശേഷം അതിൽ IDP, ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ഫോർ ഓസ്ട്രേലിയൻ യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് കൂടെ ജോയിൻ ചെയ്തു. എന്നിട്ട് ഇപ്പോൾ അവരൊരു പാർട്ട്ണർഷിപ്പിലാണ് ഈ എക്സാംസൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലും ഉണ്ട് IDP കണ്ടക്ട് ചെയ്യുന്ന IELTS എക്സാംസും ബ്രിട്ടീഷ് കൗൺസിൽ കണ്ടക്ട് ചെയ്യുന്ന ഇംഗ്ലീഷ് എക്സാംസും രണ്ടും ഉണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം കേട്ടിട്ടുണ്ട്, ചിലർ പറയുന്നത് IDP കണ്ടക്ട് ചെയ്യുന്ന ഇംഗ്ലീഷ് എക്സാം ഈസിയർ ആണെന്ന് കുറച്ച് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചിലർ പറയുന്നുണ്ട് ബ്രിട്ടീഷ് കൗൺസിലിൻ്റെ ഈസിയർ ആണെന്ന്. ഞാൻ 2 എക്സാംസും എഴുതിയിട്ടുണ്ട്. എനിക്ക് ഒരു ഡിഫറൻസും ആക്ച്വലി 2 എക്സാംസിലും തോന്നിയിട്ടില്ല. അപ്പോൾ രണ്ടിലും വളരെ സിമിലർ എക്സ്പീരിയൻസ് ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് ആര് കണ്ടക്ട് ചെയ്യുന്ന എക്സാം വേണമെങ്കിലും എടുക്കാം. IELTSന് 4 മോഡ്യൂൾസ് ആണുള്ളത്. നമ്മൾ ഒരു ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിലേക്ക് ഒരു നോൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രിയിൽ നിന്ന് പഠിക്കാൻ അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മൾ 4 സ്കിൽസിൽ പ്രൊഫിഷ്യൻ്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. അപ്പോൾ ഈ 4 സബ് സ്കിൽസിലും നമ്മൾ പ്രൊഫിഷ്യൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഈ 4 മോഡ്യൂൾസിന് സെപ്പറേറ്റ് ബാൻഡ് സ്കോർസ് ഉണ്ട്. ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ഒരു ഓവറോൾ ബാൻഡ് സ്കോറും ഉണ്ട്. ഈ ബാൻഡ് സ്കോർ 0 to 9 വരെയാണ്. 0 നമുക്ക് കിട്ടുന്നത് നമ്മൾ എക്സാം എഴുതിയില്ലെങ്കിലാണ്. പിന്നെ 9 is the highest score, that means you are an expert user. If you get a 9, that means you are an expert user. അപ്പോൾ അതാണ് ഈ ഡിഫറെൻറ്റ് മോഡ്യൂൾസും പിന്നെ അതിൻ്റെ സ്കോർസും. ഇനി നമുക്ക് ഈ എക്സാം ഡ്യൂറേഷനെ പറ്റി സംസാരിക്കാം. ലിസണിങ് മോഡ്യൂളിന് 30 minutes ആണ് ടൈം ഉള്ളത്. റൈറ്റിംഗ് ആൻഡ് റീഡിംഗ് മോഡ്യൂൾസിന് 60 minutes, 1 hour വെച്ചിട്ട് ടൈമുണ്ട്. ആൻഡ് സ്പീക്കിംഗ് വിൽ ബി 11 to 15 minutes. അങ്ങനെ ടോട്ടൽ 2 hours and 45 minutes ആയിരിക്കും IELTS ഈ കംപ്ലീറ്റ് എക്സാമിനേഷൻ. പിന്നെ ഇതിൽ റൈറ്റിംഗ്, റീഡിംഗ് ആൻഡ് ലിസണിങ് 3ഉം ഒരു ദിവസമായിരിക്കും. പിന്നെ സ്പീക്കിംഗ് എക്സാം ചിലപ്പോൾ ആ സെയിം ഡേ തന്നെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു എക്സാം കഴിഞ്ഞിട്ട് 7 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ എക്സാമിന് മുമ്പ് 7 ദിവസത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും. അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് IELTS എക്സാമിൻ്റെ കണ്ടക്ട് ചെയ്യുന്ന രീതിയും എക്സാം ഡ്യൂറേഷനും. ഇപ്പോൾ 2 ടെസ്റ്റ് ഫോർമാറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് IELTSന്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആൻഡ് പേപ്പർ ബേസ്ഡ്. നമ്മൾ ഏതിലാണോ കംഫർട്ടബിൾ അത് നമുക്ക് ചൂസ് ചെയ്യാം. അതിൽ പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. പക്ഷെ കുറച്ച് ഡിഫറൻസസ് ഒക്കെ ഉണ്ട് പേപ്പർ ബേസ്ഡും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാംസും തമ്മിൽ. എസ്പെഷ്യലി വിത്ത് ലിസണിങ്ങിന് നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം എടുക്കുകയാണെങ്കിൽ 30 minutesഉം പിന്നെ 2 minutes ആണ് നമുക്ക് ആൻസേഴ്സ് ചെക്ക് ചെയ്യാൻ വേണ്ടി കിട്ടുന്നത്. അത് മതി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പേപ്പർ ബേസ്ഡ് എക്സാം നമ്മൾ എടുക്കുകയാണെങ്കിൽ ആഫ്റ്റർ ദ 30 minutes നമുക്കൊരു 10 minutes എക്സ്ട്രാ ടൈം കൂടെ കിട്ടും നമ്മുടെ ആൻസേഴ്സ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് മെയിൻ ഡിഫറൻസ്. പിന്നെ വേറെ ഒരു ഡിഫറൻസും കൂടെ ഉണ്ട്. നമ്മൾ പേപ്പർ ബേസ്ഡ് എക്സാം എഴുതുവാണെങ്കിൽ നമുക്ക് 13 daysനുള്ളിലായിരിക്കും നമ്മുടെ റിസൾട്ട് കിട്ടുക. പക്ഷെ നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എഴുതുവാണെങ്കിൽ നമുക്ക് 3 to 5 daysനുള്ളിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പം ഈ ടൈം ഒരു ഫാക്ടർ ആണെന്നുണ്ടെങ്കിൽ, നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിന് ഓപ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് IELTS എക്സാംസിനെ പറ്റി സംസാരിക്കാം. ഒരെണ്ണം അക്കാഡമിക് ആൻഡ് ദി അതർ വൺ ഈസ് ജനറൽ ട്രെയിനിങ്. നമ്മൾ ഒരു കൺട്രിയിലോട്ട് പഠിക്കാനാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അക്കാഡമിക് IELTS ആണ് എഴുതേണ്ടത്. നമ്മൾ വർക്ക് ചെയ്യാൻ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നമ്മൾ ജനറൽ ട്രെയിനിങ് IELTS ആണ് എഴുതേണ്ടത്. ഈ 2 എക്സാംസിനും കുറച്ച് ഡിഫറൻസസ് ഒക്കെ ഉണ്ട്.
അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ലിസ്ണിങ്ങും സ്പീക്കിങ്ങും സെയിം ആയിരിക്കും. രണ്ട് അക്കാഡമിക് എടുക്കുവാണെങ്കിലും ജനറൽ ട്രെയിനിങ് എടുക്കുവാണെങ്കിലും ലിസ്ണിങ്ങും സ്പീക്കിങ്ങും സെയിം ആയിരിക്കും. അതിൽ ഡിഫറൻസ് വരുന്നത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് സെക്ഷൻസിലാണ്. അത് നമുക്ക് ഇൻ എ മിനിറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലിസണിങ്ങിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവാന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ലിസണിങ്ങിൽ 4 സെക്ഷൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് സെക്ഷനിൽ 2 പേര് തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും. ഒരു ഡെയിലി ലൈഫ് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും അത്. ആൻഡ് അതിനെ ബേസ് ചെയ്തിട്ട് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സെക്കൻഡ് സെക്ഷനിൽ ഒരാൾ സംസാരിക്കുന്നതായിരിക്കും. അതും ഒരു ഡെയിലി ലൈഫ് സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഒരു മാപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ലൊക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഒരു കോൺവെർസേഷൻ ആയിരിക്കും. നമ്മൾ അതിനെ ബേസ് ചെയ്ത് 10 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. മൂന്നാമത്തെ സെക്ഷൻ ഒരു രണ്ടിൽ കൂടുതലോ ആൾക്കാർ തമ്മിലൊരു കോൺവെർസേഷൻ ആയിരിക്കും. അത് നോർമലി സ്റ്റുഡൻസും ഒരു ട്യൂട്ടറും തമ്മിലൊരു കോൺവെർസേഷൻ ആവാനാണ് സാധ്യത. നോർമലി അങ്ങനെയാണ്. വേറെ കോൺവെർസേഷൻസും വരാറുണ്ട്. അതിനെ ബേസ് ചെയ്ത് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആൻഡ് ദ ഫോർത്ത് സെക്ഷൻ വിൽ ബി 1 person ടോക്കിംഗ് ടു എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ. നോർമലി അതൊരു യൂണിവേഴ്സിറ്റി ലെക്ചർ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതിനെ ബേസ് ചെയ്ത് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇങ്ങനെയാണ് ലിസണിങ്ങിൻ്റെ ഹോൾ ആ മോഡ്യൂള് ഇങ്ങനെയാണ്. ടോട്ടൽ 40 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഹാഫ് ആൻ അവർ ആയിരിക്കും ഈ എക്സാം. അതിലുള്ള റെക്കോർഡിങ്സ് ഒക്കെ നമുക്ക് ഒരു പ്രാവശ്യമേ കേൾക്കാൻ പറ്റുള്ളൂ. നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ആൻസേഴ്സ് എഴുതുക. അങ്ങനെയാണ് നോർമലി ചെയ്യേണ്ടത്. അതാണ് ലിസണിങ്. ഇത് അക്കാഡമിക്കിനും ജനറൽ ട്രെയിനിങ്ങിനും സെയിം ആയിരിക്കും. ഇനി റീഡിങ് സെക്ഷൻ നമ്മൾ അക്കാഡമിക് ചെയ്യുകയാണെങ്കിൽ അതിൽ 3 ടെക്സ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ആ 3 ടെക്സ്റ്റിനെ ബേസ് ചെയ്ത് നമ്മൾ 40 ക്വസ്റ്റ്യൻസ് ആണ് ആൻസർ ചെയ്യേണ്ടത്. ഈ ടെക്സ്റ്റ് നോർമലി ജേർണൽസ്, ആർട്ടിക്കിൾസ്, ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ആർട്ടിക്കിൾസ്, അതിൽ നിന്നൊക്കെ ഒരു ചെറിയ എക്സ്ട്രാക്റ്റ് ആയിരിക്കും. അങ്ങനെ 3 ഉണ്ടാവും. അതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ജനറൽ ട്രെയിനിങ് ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ റീഡിങ് സെക്ഷന് 3 സബ് സെക്ഷൻസ് ഉണ്ടാവും. ഫസ്റ്റ് സെക്ഷനിൽ 2-3 ടെക്സ്റ്റ് ഉണ്ടാവും. അതൊരു ജനറൽ ലൈഫ് സിറ്റുവേഷനിൽ നിന്നായിരിക്കും. ലൈക്ക് പോളിസി, ജോബ് പോളിസി, റൂൾസ്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ അത് ആൻസർ ചെയ്യുക. സെക്കൻഡ് സെക്ഷനിൽ 2 ടെക്സ്റ്റ് ഉണ്ടാവും. അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ നമ്മൾ ആൻസർ ചെയ്യുക. ലാസ്റ്റ് മൂന്നാമത്തെ സെക്ഷനിൽ ഒരു ലോങ് ടെക്സ്റ്റ് ഉണ്ടാവും. അത് നോർമലി ഒരു ജേർണൽ ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ പബ്ലിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള അതിൽ നിന്ന് ഒരു എക്സ്ട്രാക്ട് ഉണ്ടാവും. അതൊരു ലോങ് ടെക്സ്റ്റ് ആയിരിക്കും. അതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അങ്ങനെയാണ് ജനറൽ ട്രെയിനിങ്ങിൻ്റെ റീഡിംഗ് സെക്ഷൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി റൈറ്റിംഗ് സെക്ഷനിൽ അക്കാഡമിക് ആണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റൈറ്റിങ്ങിന് 2 സെക്ഷൻസ് ഉണ്ട്. ആദ്യത്തെ സെക്ഷൻ നമ്മളൊരു ഡിസ്ക്രിപ്ഷൻ എഴുതുക എന്നുള്ളതായിരിക്കും. ഒരു പൈ ചാർട്ട് അല്ലെങ്കിൽ ഒരു ഡയഗ്രാം അങ്ങനെ എന്തിനെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യുക, ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതുക. അതാണ് നമ്മൾ അക്കാഡമിക്കിൽ സെക്ഷൻ 1 ചെയ്യേണ്ടത്. അതിന് 150 വേർഡ്സിൽ നമ്മൾ ചെയ്യണം. ഇപ്പോൾ 60 മിനിറ്റ്സ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ നമ്മളൊരു 20 മിനിറ്റ്സ് അതിന് വേണ്ടി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ അക്കാഡമിക്കിൻ്റെ സെക്കൻഡ് സെക്ഷൻ അത് നോർമലി ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് സ്റ്റൈലിൽ എഴുതേണ്ട ഒരു ആൻസറാണ്. അത് നമ്മുടെ ഒപ്പീനിയൻ പറയുക, കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ്, അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, ജനറൽ ട്രെയിനിങ്ങിൻ്റെ റൈറ്റിംഗ് മോഡ്യൂളിന് 2 സെക്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് സെക്ഷനിൽ നമ്മളൊരു ലെറ്റർ ആയിരിക്കും എഴുതുക. ഒരു ഫോർമൽ, ഇൻഫോർമൽ അല്ലെങ്കിൽ ഒരു സെമി ഫോർമൽ ലെറ്റർ ആയിരിക്കും. 150 വേർഡ്സ് ആണ് നമ്മൾ എഴുതേണ്ടത്. അഗൈൻ 1 അവറിൽ ഒരു 20 മിനിറ്റ്സ് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ സെക്കൻഡ് സെക്ഷൻ ഒരു എസ്സേ ആയിരിക്കും. അത് ഒരു എൻവയൺമെൻറ്റൽ ഇഷ്യൂ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ, അങ്ങനെ സോഷ്യൽ ഇഷ്യൂ, അങ്ങനെ എന്തെങ്കിലും ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. നമ്മുടെ ഒപ്പീനിയൻ പറയുക അല്ലെങ്കിൽ 2 സൈഡ്സ് ഓഫ് എൻ ഒപ്പീനിയൻ ഡിസ്കസ് ചെയ്യുക, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അതിന് നോർമലി നമ്മൾ ഒരു 40 മിനിറ്റ്സ് സ്പെൻഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം 250 വേർഡ്സ് ആണ് നമ്മൾ അതിന് എഴുതേണ്ടത്. ഓക്കെ, ഇനി സ്പീക്കിംഗ് മോഡ്യൂളിൽ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു 11 to 15 മിനിറ്റ്സ് ഉണ്ടാവും സ്പീക്കിംഗ്. അതിൽ ഫസ്റ്റ് സെക്ഷൻ ഒരു ഇൻ്റർവ്യൂ പോലെ ആയിരിക്കും. നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മൾ ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യുക. നോർമലി നമ്മുടെ വർക്ക് സിറ്റുവേഷൻ അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് കണ്ടീഷൻ അങ്ങനെ എന്തെങ്കിലും ബേസ് ചെയ്ത് നമ്മുടെ ഹോബീസ് അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയിരിക്കും. അത് നോർമലി ഒരു 4 to 5 മിനിറ്റ്സ് ഉണ്ടാവും. പിന്നെ സെക്കൻഡ് സെക്ഷനിൽ നമുക്കൊരു ടോപ്പിക് തരും. നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കുക. 2 മിനിറ്റ്സ് ആണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് നോർമലി ഒരു 2 to 3 മിനിറ്റ്സ് വരെ ആ സെക്ഷൻ ഉണ്ടാവും. പിന്നെ മൂന്നാമത്തെ സെക്ഷനിൽ നമ്മൾ സംസാരിച്ച ടോപ്പിക്കിനെ കുറിച്ച്
ഉള്ള ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ആയിരിക്കും. അതും ഒരു നോർമലി 4 to 5 minutes ഉണ്ടാവും. അങ്ങനെയാണ് സ്പീക്കിംഗ്. അത് അക്കാഡമിക്കിനും ജനറൽ ട്രെയിനിങ്ങിനും സെയിം ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് മോഡ്യൂൾസും അതിൽ വരുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഒക്കെ IELTSൻ്റെ അക്കാഡമിക് ആൻഡ് ജനറൽ ട്രെയിനിങ്. അപ്പോൾ നമ്മൾ എന്താണോ നമ്മുടെ സർക്കംസ്റ്റാൻസസ് അതിനനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യുക ഏത് ടെസ്റ്റ് ഫോമാറ്റ് ആണ് വേണ്ടത്, ഏത് ടൈപ്പ് ഓഫ് എക്സാം ആണ് എടുക്കേണ്ടത്, നമ്മുടെ സർക്കംസ്റ്റാൻസസ് അനുസരിച്ച് നമ്മൾ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് IELTSൻ്റെ ബേസിക്സ്. എല്ലാവർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ് സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.